BJP ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കാനായിട്ട് സാർ ഉൾപ്പെടെ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. അത്രയും എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. എന്നിട്ട് തിരഞ്ഞെടുത്തത് വളരെ യുവാവായിട്ടുള്ള 45 വയസ്സുള്ള നിതിൻ എന്ന് പറയുന്ന നേതാവിനെയാണ്. അങ്ങനെ ഒരു നേതാവിന് വളരെ പ്രായക്കുറവുള്ള, അതായത് താരതമ്യേന പ്രായക്കുറവുള്ള അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഒരു കോൺഗ്രസിൻ്റെ ഒരു രീതി അല്ല, അങ്ങനെയല്ല. അത് എല്ലാവരും പോയിട്ടില്ല. കേരളത്തിൽ നിന്ന് ആകെ 20 പേരാണ് അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടത്. ആ 20 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രാതിനിധീകരിച്ചുകൊണ്ടുള്ള 20 പേരാണ്. അതിൽ നേരത്തെ ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ദേശീയ കൗൺസിൽ അംഗങ്ങളുണ്ട്. മറ്റ് ഭാരവാഹികളായിട്ടിരിക്കുന്നവർ എല്ലാ വിഭാഗവും, അതിനകത്ത് മൈനോറിറ്റികളുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഫോർവേഡ് കമ്മ്യൂണിറ്റി, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ഒരു 20 പേരുള്ള സംഘമാണ് അങ്ങോട്ട് പോയത്. തെരഞ്ഞെടുപ്പ് ഒരു സുദീർഘമായ നടപടിക്രമത്തിൻ്റെ കാര്യമാണ്. അത് ബൂത്ത് ലെവലിൽ തുടങ്ങി ബൂത്ത് ലെവലിൽ നിന്ന് വന്ന് സംസ്ഥാന തലത്തിൽ വരെ വരണം. അതിൽ ഇതിൻ്റെ ഈ കേരള സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ മണ്ഡലം പ്രസിഡൻറ്റുമാരെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള യോഗത്തിൽ 4 ജില്ലയിലെ ചുമതലക്കാരെന്ന നിലയ്ക്ക് ഞാൻ പോയിരുന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. അതിങ്ങനെ ഓരോരുത്തരും വന്ന് അവർ വോട്ട് ചെയ്യണം. ഓരോരുത്തരും വന്നിട്ട് അതിൽ കിട്ടുന്ന അപ്പോൾ ചിലരെന്ത് ചോദിച്ചാൽ ക്യാൻവസ് ചെയ്തിട്ട് എല്ലാ വോട്ടും സമാഹരിച്ചു വരും. പക്ഷെ അങ്ങനെ സമാഹരിച്ച് വരുന്ന സമയത്ത് ചില വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ലാതെ പോകും. വനിതകൾക്ക്, ഷെഡ്യൂൾ കാസ്റ്റിന്, ബാക്ക്വേർഡ് ക്ലാസ്സിന്, മൈനോറിറ്റികൾക്ക്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ സംഘടനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് അവിടെയെല്ലാം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാൽ പോലും അതിൽ നിന്നും വ്യത്യസ്തമായി ചിലപ്പോൾ ഒരു വനിതയെ അവിടെ ആക്കിയെന്നിരിക്കും. ആ വനിതയ്ക്ക് ചിലപ്പോൾ ഈ പുരുഷ കേസരിയേക്കാൾ വോട്ട് കുറവായിരുന്നിരിക്കും. ഇതുപോലെയാണ് അതിൻ്റെ സംഗതി. അങ്ങനെ സംസ്ഥാനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന ദേശീയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പരിപാടിയാണത്. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ നോമിനേഷൻ ഫോമിൽ ഓരോ സംസ്ഥാനത്തിലും ഉള്ളവർ നേരത്തെ തന്നെ ഒപ്പുവെച്ച് ഇലക്ട്രോണിക്കായിട്ട് ഇത് സമർപ്പിച്ചിരിക്കണം. അത് ഇവിടുന്ന് ഇലക്ട്രോണിക്കായിട്ട് സമർപ്പിച്ചിരുന്നു. 18-ാം തീയതി സമർപ്പിച്ചിരുന്നു. 19-ാം തീയതി നമ്മളവിടെ ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് ഇതിൻ്റെ ഇലക്ട്രോണിക് പ്രിൻ്റുണ്ട്. ആ പ്രിൻ്റിൽ നമ്മുടെ പേരും നമ്മുടെ ഒപ്പും കാണും. അവരാണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും അവിടെ കയറുന്നത്. ചില സംസ്ഥാനങ്ങളിൽ അതിന് നേതൃത്വം കൊടുത്തത് സംസ്ഥാന അധ്യക്ഷന്മാരാണ്. ചിലപ്പോൾ അതിനകത്ത് വലിയ സീനിയർ നേതാക്കൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും പോയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആണ് അവരെല്ലാവരുടെയും കൂടി ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ടാണ് നിതിൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടി, ആ പാർട്ടിയുടെ നേതാവിനെ നയിക്കേണ്ടുന്ന ആളെ തിരഞ്ഞെടുക്കാനായിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ചിലർ തീരുമാനിച്ചാൽ പോരെ എന്നുള്ളൊരു ചോദ്യം വരും. ഇല്ല, അങ്ങനെ തീരുമാനിച്ചാൽ പറ്റില്ല. ജനാധിപത്യ സംവിധാനമല്ലേ. കോൺഗ്രസ് നേരെ തിരിച്ചാണ്. കോൺഗ്രസ്സിന് എന്തും തീരുമാനിക്കാം. കാരണം അതൊരു ഫാമിലി ഓറിയൻറ്റഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. അതിൻ്റെ അൾട്ടിമേറ്റ് നേതാവെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് പുറത്തു പോവില്ല. ഇപ്പോൾ മറ്റേ ഖാർഗെ AICC പ്രസിഡൻ്റാണെന്ന് പറഞ്ഞാൽ ഖാർഗെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഖാർഗെ നമ്പർ 10 ജനപഥിൻ്റെ ജീവനക്കാരൻ മാത്രമാണ്. സോണിയാഗാന്ധിയുടെ ഒരു സിൽബന്തി, അല്ലെങ്കിൽ സോണിയാഗാന്ധി പറയുന്നത് ചെയ്യുന്ന ഒരാൾ എന്ന നിലക്കാണ് എൻ്റെ അംഗീകാരം. BJPയിൽ അങ്ങനെയല്ല. കാരണം നിങ്ങൾക്ക് വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ കഴിയും. ഏറ്റവും ഈ നിതിൻജി പ്രവർത്തനം ആരംഭിക്കുന്നത് ബൂത്ത് ലെവലിലെ വർക്കറായിട്ടാണ്, അല്ലാതെ കേന്ദ്ര ലെവലിലല്ല. അദ്ദേഹം ബൂത്ത് പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ജില്ലാ പ്രസിഡൻ്റായിരുന്നു, പിന്നെ സംസ്ഥാന പ്രസിഡൻ്റായി. ഇങ്ങനെ പ്രവർത്തിച്ച് വന്നതാണ്. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം MLA ആയി. ഇപ്പോഴും അദ്ദേഹം MLA ആയിട്ട് തുടരുകയാണ്. ഇപ്പോൾ മന്ത്രിയുമാണ് അവിടെ. അപ്പോൾ സുദീർഘമായ സംഘടനാ പരിചയമുള്ള ഒരാളാണ്. ഒരു ബൂത്ത് എങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്നറിയാം, ഒരു പഞ്ചായത്ത് കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കുമെന്നറിയാം,
ഒരു ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏതൊക്കെ തരത്തിലായിരിക്കുമെന്നറിയാം, സംസ്ഥാന സമിതി എങ്ങനെയായിരിക്കുമെന്നറിയാം. പിന്നെ അനേകം സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രഭാരിയായി പോയി ആ പ്രദേശങ്ങളിലെല്ലാം പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച പരിചയവും കൂടിയുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ പരിചയമുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. എന്നിരുന്നാൽ പോലും താരതമ്യേന പ്രായത്തിൽ കുറവുള്ള ഒരാൾ. അപ്പോൾ പലരും കേട്ടതാണ്, അതായത് മോദിജിയെയും അമിത്ഷാജിയെയും ഒക്കെ അനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരാളെയാണ് വേണ്ടിയിരുന്നത്, അതുകൊണ്ടാണ് കുറവുള്ള ഒരാളിലേക്ക് എത്തിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെ ഈ പറഞ്ഞതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രായമുള്ളവർ അനുസരിക്കുമെന്നുള്ള ആരാ പറഞ്ഞു? അതായത് ആ ഒരു അല്ല, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. പ്രായക്കുറവുള്ളവർ പ്രായം കൂടിയവർ അനുസരിക്കുന്ന ഒരു രീതി ഇല്ല, ലോകത്തുണ്ടായിട്ടില്ല. അച്ഛനമ്മമാരനുസരിക്കുന്ന മക്കളുടെ എണ്ണം താരതമ്യേന കുറവല്ലേ? അല്ലേ? നിങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുക, അല്ലെങ്കിലോ അനുസരിക്കില്ല എന്ന്. അപ്പോൾ പ്രായവും അനുസരണയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഘടനാ പദവിയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് വ്യക്തിയല്ല, ഒരു പദവിയാണ്. ആ പദവിയുടെ അധികാരങ്ങളും ആ പദവിയുടെ ശക്തിയുമാണ് അദ്ദേഹത്തിൻ്റെ ശക്തി, വ്യക്തിപരമല്ല അത്. സംഘടനയെ നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കൊരാളല്ലോ. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞൊരു സംഘഗാനമാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഏകസ്വരത്തിൽ ഒരേ ശ്രുതിയിൽ പാടുമ്പോഴാണ് സംഘഗാനം നന്നാവുന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇപ്പോൾ ഇതെല്ലാവരും വരുമ്പോഴും ഉണ്ടാവില്ലേ, പുതിയ തലമുറ വരെയാണ് അതോടുകൂടി. 45 വയസ്സ് കഷ്ടിയുള്ള 45 വയസ്സ് കഷ്ടിയുള്ള ഒരാൾ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തെത്തുകയാണ്. കോടാനുകൂടി മനുഷ്യരെ നയിക്കേണ്ട ബാധ്യതയിലേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ഇത് നയിച്ചുകൊണ്ട് പോകാനായിട്ട് അദ്ദേഹം 7x24 ജോലി ചെയ്യേണ്ടി വരും. അത് ജോലി ചെയ്ത് പരിചയമുണ്ട്. അപ്പോൾ കുടുംബ മഹിമയുടെ അടിസ്ഥാനത്തിലല്ല BJPയിൽ സ്ഥാനമാനങ്ങൾ ഒരാൾക്ക് കിട്ടുന്നത്. ചായക്കച്ചവടം നടത്തിയിരുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ട്. മോദി പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോൾ ഒരുപാട് സീനിയർ നേതാക്കളുണ്ടായിരുന്നില്ലേ? അപ്പോഴും ഇതുപോലെയൊക്കെ പറഞ്ഞു, ഒരുപാട് സീനിയർ നേതാക്കളുണ്ട്. അവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ ആദ്യമായിട്ട് ഡൽഹി കാണുന്ന ഒരാളെ കാരണം മോദി അതിനു മുമ്പ് ഡൽഹിയിൽ വന്നിട്ടില്ല. മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിന് ഡൽഹി എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെയൊന്നുമില്ല. ഇത് മോദി പറയുന്നത് അനുസരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. മോദി തന്നെ ആ യോഗത്തിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഹീസ് മൈ ബോസ് എന്നാണ്. വേ മേരാ ബോസ് ഹേ, ഐ ആം അറ്റ് യുവർ സർവീസ് ആൻഡ് കമാൻഡ്. അതാണ് രാഷ്ട്രീയത്തിലെ പ്രവർത്തനം. എന്നിരുന്നാൽ പോലും ഒരു എന്താ പറയുക, അദ്ദേഹത്തെ പോലെ പ്രായമെന്നല്ല, പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് ഒരു പക്ഷേ മുതിർന്ന നേതാക്കളാണെങ്കിൽ കുറച്ചുകൂടെ സ്വീകാര്യതയും അവർക്ക് ഉള്ള ഒരു പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത്രയും എന്തായാലും ഉണ്ടാകും. അത് നയിക്കാൻ പോകുന്ന പാകത അദ്ദേഹത്തിനുണ്ട്. അതല്ലേ ബൂത്ത് ലെവലിൽ ബൂത്ത് പ്രസിഡൻ്റായിട്ട് തുടങ്ങി, പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വന്ന്, മണ്ഡലം പ്രസിഡൻ്റായിട്ട് വന്ന്, ജില്ലാ പ്രസിഡൻ്റായിട്ട് വന്ന്, സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്ന്, അതിനിടയ്ക്ക് 25 വയസ്സ് തുടങ്ങി തെരഞ്ഞെടുപ്പിൽ ഏർപ്പെട്ട് അനേകം സംസ്ഥാനങ്ങളിൽ പോയിട്ട് തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത്, അനേകം സംസ്ഥാനങ്ങളിൽ പോയിട്ട് സംഘടനകൾ ഓർഗനൈസ് ചെയ്ത് കൊടുത്ത്, ഇത്രയൊക്കെ പരിചയം പോരെ? ചെറുപ്പം മുതലുള്ള പരിചയമുണ്ടല്ലോ. ആരെങ്കിലും തഴയപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്? രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. രാഷ്ട്രീയത്തിൽ ഒരാൾ തടയപ്പെട്ടു ബി തടയപ്പെട്ടു, അങ്ങനെയില്ല. രാഷ്ട്രീയം ഒരു കോണ്ടക്സ്റ്റിൻ്റെ ഫലത്തിൽ സൃഷ്ടിയായിട്ട് വരുമ്പോൾ ആ കോണ്ടക്സ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരാൾ വന്നു പോകും. അയാൾ ചിലപ്പോൾ അതിനു മുമ്പ് ഉണ്ടാകുന്ന ഒരാളാകണമെന്നില്ല. ഇപ്പം മോദി വരുന്ന സമയത്ത് ആരൊക്കെയുണ്ട്? അദ്വാനിയുണ്ട്, അല്ലേ?
അടൽജിയുണ്ട്, അദ്വാനിയുണ്ട്, മുരളി മനോഹർ ജോഷിയുണ്ട്, എത്ര സീനിയർ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ മോദിയെ വെക്കാൻ, അതാണ് പാർട്ടി. അപ്പം മോദി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മോദി വന്നപ്പോൾ മോദിയുടെ കൂടെ ഒരു ജനറേഷൻ അതിനകത്തേക്ക് വന്ന ആ പാർട്ടിക്കകത്ത്. ഇപ്പം മോദിയേക്കാൾ 10-30 വയസ്സ് താഴെയുള്ള ഒരാൾ വരുമ്പോൾ ഇനി നിതിൻജിയുടെ ഒരു ജനറേഷൻ പാർട്ടിയിലേക്ക് വരെയാണ്. നിതിൻജിയുടെ കാലം കഴിയുമ്പോൾ വേറൊരു ജനറേഷനിൽപ്പെട്ടവർ വരും. അപ്പോഴാണല്ലോ പുതിയ പുതിയ ചെറുപ്പക്കാർ വരുമ്പോഴാണല്ലോ പാർട്ടിക്ക് പുതുരക്തം ഉണ്ടാകുന്നത്. പാർട്ടിക്ക് കണ്ടിന്യൂറ്റി കിട്ടണ്ടേ? കുടുംബാധിപത്യ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. കാരണം പ്രകടമായ അഭിപ്രായങ്ങളും പ്രകടമായ സംഗതികളൊക്കെ ആരും കൊണ്ടുപോകും? എല്ലാം കുടുംബത്തിൽ ആണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഒരാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ AICC പ്രസിഡൻ്റായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കാനോ സാധ്യമല്ല. കോൺഗ്രസിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ എത്ര വലിയ പ്രബലനായ നേതാവാണെങ്കിലും എല്ലാ ഡിസിഷൻ മേക്കിംഗ് ഇപ്പോൾ 3 പേരാണ് എടുക്കുന്നത്, അമ്മയും 2 മക്കളും. BJP അതല്ല. BJP ഡിസിഷൻ എടുക്കേണ്ടത് പാർട്ടി പ്രവർത്തകരുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ്. അതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന് ഞങ്ങൾ സ്വീകരിക്കുന്നു, ഞങ്ങളുടെ പ്രസിഡൻ്റായിട്ട് ഇദ്ദേഹമാണ് എന്ന് എല്ലാവരും കൂടി പറയല്ലേ. വേറെ ആരും അതിന് എതിരില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ ഒരു പീരീഡ് ഉണ്ട്, ആ പീരീഡ് കഴിഞ്ഞ് ഇദ്ദേഹം മാറും. ഇപ്പം നദ്ദാജി ആയിരുന്നു പ്രസിഡന്റ്, നദ്ദാജി മാറി. നദ്ദാജിക്ക് മുമ്പ് ആരായിരുന്നു? പിന്നെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് രാജ്നാഥ് സിംഗ് പഴയ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം ഒന്നുമില്ല. ഗഡ്കരി പഴയ പ്രസിഡൻ്റായിരുന്നു, നാഷണൽ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം മാറി. അങ്ങനെ പുതിയ പുതിയ നാഷണൽ പ്രസിഡൻറ്റുകൾ വരികയും അവർ മാറുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ബാക്കിയുള്ളവരെല്ലാവരും ഈ നാഷണൽ പ്രസിഡൻറ്റിൻ്റെ കൂടെ ഇരുന്നാണ് ജോലി ചെയ്യുക. ഇപ്പോൾ കേരളത്തിൽ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ എത്രയോ സീനിയർ നേതാക്കളുണ്ട് ഇല്ലേ? O രാജഗോപാൽ അടക്കമുള്ളവരില്ലേ? അവരെല്ലാം സുരേന്ദ്രനോടൊപ്പം ഇരുന്ന് ജോലി ചെയ്തില്ലേ? അതാണ് രാഷ്ട്രീയം. ഒരു പദവിയിലേക്കാണ് നമ്മളൊരാളെ എടുത്തു വെക്കുന്നത്. ആ പദവിയാണ്, അതൊരു പൊസിഷനാണ്, പേഴ്സണല്ല. നിങ്ങളത് മനസ്സിലാക്കണം. BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു പദവിയാണ്, ഒരു വ്യക്തിയല്ല. നിതിൻജി എന്ന് പറയുന്ന വ്യക്തിയല്ല BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്ന് പറഞ്ഞ പദവിയാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ആ പദവിക്ക് യോഗ്യമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുക. അത് ചെയ്യാൻ അദ്ദേഹത്തിന് കെൽപ്പുണ്ട് എന്ന് BJPയുടെ പ്രവർത്തകർക്ക്, കാര്യകർത്താക്കൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ല, അതിനകത്ത് നിങ്ങൾ എവിടെയെല്ലാം എടുത്തു നോക്കുകയൊക്കെ തമിഴ്നാട്ടിൽ അണ്ണാമലൈ വന്നില്ലേ? അപ്പോൾ എത്ര സീനിയർ ലീഡേഴ്സ് ഉണ്ടായിരുന്നു? അല്ല, സീനിയർ ലീഡേഴ്സ് ഉണ്ടായി, സീനിയർ ലീഡേഴ്സ് ഒന്നുകിൽ മരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഫിസിക്കലി അവർക്ക് ഇമ്മൂവബിൾ ആകണം. അങ്ങനെ വന്നാലേ പുതിയൊരു നേതാവ് വരുള്ളൂ എന്ന് എങ്ങനെ പറയാൻ പറ്റും? മാറിക്കൊടുക്കണ്ടേ? ഇനി പഴയ കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്താലോ, മഹാത്മാഗാന്ധി ഉള്ളപ്പോൾ എത്ര പേര് ICC പ്രസിഡൻ്റ് ആയിരുന്നിട്ടുണ്ട് അല്ലേ? മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നല്ലോ. മഹാത്മാഗാന്ധി ഉള്ളപ്പോൾ എത്രയോ പേര് ICC പ്രസിഡൻ്റ് ആയിരുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു, പട്ടാഭി സീതാരാമയ്യ, അങ്ങനെ എത്രയോ പേര് വന്നിരിക്കുന്നു. പട്ടാഭി സീതാരാമയ്യ തോറ്റുപോയി മത്സരിച്ചിട്ട്, സുഭാഷ് ബോസുമായിട്ട് മത്സരിച്ചിട്ട് തോറ്റുപോയി. മോത്തിലാൽ നെഹ്റു, ഇങ്ങനെ ഒരുപാട് പേര് വന്നിട്ടില്ലേ? അങ്ങനെ വരുമ്പോഴാണ് പാർട്ടി വളർന്നുകൊണ്ടും വികസിച്ചുകൊണ്ടും ഇരിക്കുക. ഇപ്പോൾ ഈ നിതിൻജിയുടെ നേതൃത്വത്തിൽ പാർട്ടി വരുന്ന സമയത്ത് ഒരു സംഘം പുതിയ നേതൃത്വം അതോടൊപ്പം ഉയർന്നു വരെയാണ്. പുതിയ നേതൃത്വം വന്നാലേ പാർട്ടിക്ക് വളർച്ചയും ശക്തിയും ഉണ്ടാകും. യുവരക്തങ്ങളാണ് എപ്പോഴും ശക്തി. അത് വരും. ഇത്രയും ചെറുപ്പക്കാരനായ ഒരു നേതാവുള്ള വേറെ ഒരു പാർട്ടി നിങ്ങൾ കാണിച്ചു തരൂ? വേറെ ഏതെങ്കിലും പാർട്ടിക്കുണ്ട? AICC അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഖാർഗെയാണ്. എഴുന്നേറ്റ് നടക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല, അദ്ദേഹത്തിന് പ്രായമായി അത്രേ. പിന്നെ വേറൊരു NCPയുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ശരത് പവാറാണ്. പിന്നെ ശിവസേന താക്കറെയാണ്. എടുത്തു നോക്ക്.
മറ്റവിടെ ലാലു പ്രസാദ് യാദവാണ്. അത് നിങ്ങൾ എടുത്തു നോക്കുക, അതെന്താ മാറ്റമല്ലേ ഇത്? അപ്പോൾ ജനാധിപത്യം എപ്പോഴും കർമ്മമഹിമയ്ക്ക് അനുസരിച്ച സ്ഥാനപ്പൊലിമ ഉണ്ടാവുകയും ആ സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്നതാണ് ജനാധിപത്യം. അതാണ് BJP പിന്തുടരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനുള്ളിലേക്ക് എത്തും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് അമർത്തുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിൻ്റെ പുതിയ ആധ്യാത്മിക ചാനലായിട്ടുള്ള പുണ്യം എന്ന ചാനലും, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യ ലൈവിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുണ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മറുപടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.